മോർണിംഗ് സ്റ്റുഡൻസ്, സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കൺട്രോൾ സ്ട്രക്ചർ, അതുപോലെ ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ബിൽഡ് ഇൻ ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന ബിൽഡ് ഇൻ ഫങ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ സിൻടാക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. അതിന് വ്യത്യസ്തമായി ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന ചില ബിൽഡ് ഇൻ ഫങ്ഷൻസ്, അത് എങ്ങനെ ഉപയോഗിക്കുന്നു, അതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ different ways in JavaScript, including in JavaScript. ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന, അതായത് ഒരു ജാവാസ്ക്രിപ്റ്റിൽ ഒരു HTML എങ്ങനെ ഉൾപ്പെടുത്തുന്നു, അതിൻ്റെ വേസുകൾ, 3 വേസുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഡിഫറൻസ് വേസ്. ഓക്കെ, വേ ടു ആഡ് സ്ക്രിപ്റ്റ് ടു എ വെബ് പേജ്. ഒരു വെബ് പേജിൽ സ്ക്രിപ്റ്റുകൾ ഉൾപ്പെടുത്താനുള്ള വേസുകൾ, മാർഗങ്ങൾ. അത് 3 മാർഗങ്ങളാണ്. ഒന്ന് ഇൻസൈഡ് HTML, ഇൻസൈഡ് ബോഡി, ഇൻസൈഡ് ഹെഡ്, എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ്. 3 വേകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വേ ടു ആഡ് സ്ക്രിപ്റ്റ് ഇൻ വെബ് പേജ്. അപ്പോൾ ഈ 2 പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം. ബിൽറ്റ് ഇൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. C++ൽ തന്നെ നമുക്കറിയാം ബിൽറ്റ് ഇൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ജാവാസ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ, അതായത് ഓൾറെഡി അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഫങ്ഷൻ. ഇങ്ങനെ അലർട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അലർട്ട് എന്ന് പറയുന്നത് ഒരു ബിൽറ്റ് ഇൻ ഫങ്ഷനാണ്. അപ്പോൾ അത് ഓൾറെഡി നമുക്ക് ജാവാസ്ക്രിപ്റ്റിലുണ്ട്, നമ്മൾ അതിനെ യൂസ് ചെയ്താൽ മതി. അതാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻ. അങ്ങനെയുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഏതൊക്കെയാണ്, ജാവാസ്ക്രിപ്റ്റിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഏതൊക്കെയാണ്, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രധാനമായും ഒരു 6 ബിൽറ്റ് ഇൻ ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഈ സ്ലൈഡിൽ 3 എണ്ണം, അടുത്ത സ്ലൈഡിൽ 3 എണ്ണം പറയുന്നുണ്ട്. അപ്പോൾ 6 ബിൽറ്റ് ഇൻ ഫങ്ഷൻ ആണുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ ഡയറക്റ്റായിട്ട് ബിൽറ്റ് ഇൻ ഫങ്ഷൻ ചോദിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കേഷനായിട്ടാണ് ചോദിക്കുക. അതായത് ഓരോന്നും എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തിരി ഒരു പ്രോഗ്രാം കോഡ് പോലെ തരും, അതെന്താണ്, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം പഠിച്ചു പോയിട്ട് കാര്യമില്ല, നമ്മളെല്ലാം അതും അറിഞ്ഞിരിക്കണം. എല്ലാ ബിൽറ്റ് ഇൻ ഫങ്ഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ബിൽറ്റ് ഇൻ ഫങ്ഷനാണ് അലർട്ട്. അലർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നത് ടു ഡിസ്പ്ലേ എ മെസ്സേജ് ഓൺ ദ സ്ക്രീൻ. എന്തെങ്കിലും ഒരു മെസ്സേജിനെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലർട്ട് ഫങ്ഷൻ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ C++ൽ സി ഔട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. സി ഔട്ട് ഹായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായിനെ പ്രിന്റ് ചെയ്യും. അതുപോലെ ഒരു മെസ്സേജിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലർട്ട് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അലർട്ട് ഫങ്ഷൻ എഴുതുന്നത് എങ്ങനെയാണ്, അലർട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് മെസ്സേജ് ആണോ പ്രിന്റ് ചെയ്യാനുള്ളത് അത് നമ്മൾ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എഴുതും. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൽക്കം എന്നുള്ളത് പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ ഒരു മെസ്സേജിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലർട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ബിൽറ്റ് ഇൻ ഫങ്ഷൻ ഈസ് നാൻ എന്ന് പറയുന്ന ഫങ്ഷനാണ്. ഈസ് നാൻ, അതൊന്ന് ശ്രദ്ധിക്കണം. നാൻ്റെ ഫുൾ ഫോം നോട്ട് എ നമ്പർ എന്നതാണ്. അതായത് നോട്ട് എ നമ്പർ. ഇത് ടു ചെക്ക് വെദർ എ വാല്യൂ ഈസ് എ നമ്പർ ഓർ നോട്ട്. ഇതിന്റെ പാരാമീറ്ററിൽ കൊടുത്തിരിക്കുന്ന ഒരു വാല്യൂ അതൊരു നമ്പർ ആണോ അല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈസ് നാൻ യൂസ് ചെയ്യുന്നത്. അതായത് ഇതിൽ ഇത്രയേ ഉള്ളൂ, അതിലൊരു
സ്ട്രിങ് കൊടുത്തു എങ്കിൽ അത് ട്രൂവിന് റിട്ടേൺ ചെയ്യും. ഈ സ്നാനിൽ ഒരു സ്ട്രിങ് ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇറ്റ് റിട്ടേൺസ് എ ട്രൂ. ഒരു നമ്പർ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് ഫോൾസിനെ റിട്ടേൺ ചെയ്യും. ഇത്രയാണ്. വളച്ചൊടിക്കാതെ പറയാം നമുക്ക്. ഒരു സ്ട്രിങ് ഈ സ്നാനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് റിട്ടേൺസ് എ ട്രൂ. ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് റിട്ടേൺസ് എ ഫോൾസ്. ഇനി അതിന്റെ റിട്ടേൺ ഫംഗ്ഷൻ ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഇറ്റ് റിട്ടേൺസ് ട്രൂ ഇഫ് ദ ഗീവൺ വാല്യൂ ഈസ് നോട്ട് എ നമ്പർ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റിട്ടേൺസ് ട്രൂ. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഈ സ്നാൻ വെൽക്കം. വെൽക്കം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സ്ട്രിങ് ആണ്. സോ ഇറ്റ് റിട്ടേൺസ് ട്രൂ. ഇനി അടുത്തത് ഈ സ്നാൻ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ 13. അപ്പൊ നമുക്കറിയാം ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ എന്ത് എഴുതിയാലും ഇറ്റ് ഈസ് എ സ്ട്രിങ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ സ്നാൻ എന്ന് പറഞ്ഞ് നമ്മൾ ഡബിൾ കോട്ട്സ് കൊടുക്കുന്നത് ശരിക്കും എന്താ പറയാ ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു ഡബിൾ കോട്ട്സ് ആണ്. അല്ലാതെ അത് നമ്പറിന് അത് അപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ ഇവിടെ 13 എന്ന് പറയുന്നതാണ് അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ. 13 മാത്രമേ എടുക്കാവൂ. ആ ഡബിൾ കോട്ട്സിലുള്ള 13 നമ്മൾ എടുക്കാനായിട്ട് പാടില്ല. അപ്പൊ 13 എടുക്കുമ്പോൾ ഇറ്റ് ഈസ് എ നമ്പർ. അപ്പൊ നമ്പർ കൊടുക്കുമ്പോൾ ഇറ്റ് റിട്ടേൺസ് ഫോൾസ്. ഇനി അടുത്തത് ഈ സ്നാൻ 0.123. 0.123 മാത്രമേ നമ്മൾ എടുക്കാവൂ. ഡബിൾ കോട്ട്സ് എടുക്കരുത്. 0.123 ഇറ്റ് ഈസ് എ നമ്പർ. അപ്പോൾ ഒരു നമ്പർ ഈ സ്നാൻ കൊടുക്കുമ്പോൾ ഇറ്റ് റിട്ടേൺസ് ഫോൾസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് റിട്ടേൺസ് ട്രൂ. നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് റിട്ടേൺസ് ഫോൾസ്. ഓക്കെ. ഇനി അടുത്ത ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് ടു അപ്പർ കേസ്. അപ്പൊ അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ടു അപ്പർ കേസ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് റിട്ടേൺസ് ദ അപ്പർ കേസ് ഫോം ഓഫ് ദ ഗീവൻ സ്ട്രിങ്. അതായത് കൊടുത്തിരിക്കുന്ന സ്ട്രിങ്ങിനെ നമ്മൾ അപ്പർ കേസിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ എക്സാമ്പിൾ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ചിലപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരാം. അതായത് ഒരു പ്രോഗ്രാം കോഡ് തരും, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സാമ്പിൾ പഠിക്കുമ്പോൾ ആ കോഡും കൂടെ ഒന്ന് മനസ്സിലാക്കണം. വേർ എക്സ് കോമ വൈ, അതായത് വേരിയബിൾ ആണ് എക്സും വൈയും. എക്സ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. എക്സിലേക്ക് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെ കൊടുത്തു. y ഈക്വൽ ടു എക്സ് ഡോട്ട് ടു അപ്പർ കേസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എക്സിൽ എന്താണുള്ളത് അതിനെ അപ്പർ കേസിലേക്ക് മാറ്റുന്നു. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് അപ്പർ കേസിലേക്ക് മാറ്റി അതിന് വൈക്ക് അസൈൻ ചെയ്യുന്നു. ദെൻ അലർട്ട് വൈ നമ്മൾ നേരത്തെ പഠിച്ചു, ഇവിടെ പഠിച്ചിട്ടുണ്ട്. അലർട്ട് ചെയ്യുമ്പോൾ വൈയിൽ എന്താണുള്ളത്, ആ വേരിയബിൾ എന്താണുള്ളത് അതിനെ മെസ്സേജിനെ പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ വൈയിൽ എന്താണുള്ളത്? ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലുള്ള ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്യും. ഓക്കെ. അതായത് ഇവിടെ എക്സ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ജാവാസ്ക്രിപ്റ്റ് ആണ്. എക്സ് ഡോട്ട് ടു അപ്പർ കേസ്, എക്സിനെ എന്തിലേക്ക് മാറ്റി? ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റി. അതിന് വൈക്ക് അസൈൻ ചെയ്തു. അതിനുശേഷം വൈനെ ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ക്യാപിറ്റൽ ലെറ്ററിലുള്ള ജാവാസ്ക്രിപ്റ്റ് പ്രിന്റ് ചെയ്തു. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ടു അപ്പർ കേസ്. ഇനി അടുത്ത ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഇതാണ് ടു ലോവർ കേസ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടു അപ്പർ കേസിന്റെ പോലെ തന്നെയാണ്. ലോവർ കേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു ലോവർ കേസ് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് റിട്ടേൺസ് ദ ലോവർ കേസ് ഫോം ഓഫ് ദ ഗീവൺ സ്ട്രിങ്. നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രിങ്ങിന്റെ ലോവർ കേസിലേക്ക് മാറ്റുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ ലോവർ കേസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കൊടുത്ത സെയിം
കോഡ് തന്നെയാണ്. വേരിയബിൾ എക്സ് കോമ വൈ എക്സ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. നോക്കൂ, ഇതിൽ ജെയും എസും ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഈ ജാവാസ്ക്രിപ്റ്റിൽ എക്സ് എന്ന് പറയുന്ന സ്ട്രിങ്ങിലുള്ളതിൻ്റെ ജെയും എസും ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇനി y ഈക്വൽ ടു എക്സ് ഡോട്ട് ടു ലോവർ കേസ്. അത് എപ്പോൾ സംഭവിക്കുന്നത്, എക്സിന്റെ സ്ട്രിങ്ങിനെ എന്തിലേക്ക് മാറ്റുന്നു, ലോവർ കേസിലേക്ക് മാറ്റുന്നു. അതിനെ വൈക്ക് അസൈൻ ചെയ്തു. അതിനുശേഷം അലർട്ട് വൈ. അപ്പോൾ വൈനെ എന്ത് ചെയ്യുന്നു, പ്രിന്റ് ചെയ്യുന്നു. വൈനെ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇതാണ്. അതായത് അതിലുള്ള എല്ലാ ലെറ്റേഴ്സും സ്മോൾ ലെറ്ററായി മാറിയിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇനി അടുത്ത ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് ക്യാർ അറ്റ്. എ ക്യാപിറ്റൽ ലെറ്റർ ആണ് അതിൻ്റെ. ഇറ്റ് റിട്ടേൺസ് ദ ക്യാരക്ടർ അറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ. ഒരു പൊസിഷനിലുള്ള ക്യാരക്ടറിനെ റിട്ടേൺ ചെയ്യുന്നു. അതാണ് ക്യാർ അറ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഫസ്റ്റത്തെ ക്യാരക്ടറിന്, അതായത് നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിന്റെ ഫസ്റ്റത്തെ ക്യാരക്ടറിന് റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ക്യാർ അറ്റ് ഓഫ് 0 എന്നാണ്. 1 എന്നല്ല കൊടുക്കേണ്ടത്, ക്യാർ അറ്റ് ഓഫ് 0. 0 കൊടുക്കുമ്പോൾ ഫസ്റ്റത്തെ ക്യാരക്ടറാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇനി ക്യാരക്ടർ ഓഫ് 1 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്യാരക്ടറിനെയാണ് അവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കൂ, എക്സ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ക്യാരക്ടർ ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ ആണ് വരുന്നത്. അതായത് ഫസ്റ്റത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ക്യാരക്ടർ ഓഫ് 0 ആണ്. ഇനി 0 കഴിഞ്ഞ് 1 2 3 4. അതായത് ക്യാരക്ടർ ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എസിനെയാണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിക്കണം, ഫസ്റ്റത്തെ ക്യാരക്ടറിനെ റിട്ടേൺ ചെയ്യുന്നത് ക്യാരക്ടർ ഓഫ് 0 ആണ്. അത് കഴിഞ്ഞ് 0 1 2 3 എന്നുള്ള ഓർഡറിൽ പോവും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരിക്കും, എക്സ് ഡോട്ട് ക്യാരക്ടർ ഓഫ് വൈ 4. എക്സ് ഡോട്ട് ക്യാരക്ടർ ഓഫ് 4 എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. 0 1 2 3 4 അങ്ങനെ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വൈയിൽ എസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഉണ്ടാവുക. ദെൻ അലർട്ട് വൈ എന്ന് പറയുമ്പോൾ വൈനെ പ്രിന്റ് ചെയ്യും. അപ്പോൾ എസിനെ ഇവിടെ പ്രിന്റ് ചെയ്യും. ഇനി ലാസ്റ്റത്തെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ലെങ്ത് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഇറ്റ് റിട്ടേൺസ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തിനെയാണത് റിട്ടേൺ ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കാം, നമ്മൾ ലെങ്ത്തിന് റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഇതിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് അതാണ് അതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ നോക്കൂ, 1 2 3 4 5 6 7 8 9 10 അങ്ങനെ 10 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 ആണ്. ഇതൊരിക്കലും നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്യരുത് കേട്ടോ. നമ്മൾ ക്യാരക്ടറിൻ്റെ ആണ് നമുക്ക് 0ൻ്റെ ഒരു കേസുള്ളൂ. മറ്റേ ലെങ്ത് ഒക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും അതിൽ എത്രത്തോളം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് ആ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് അത് റിട്ടേൺ ചെയ്യുന്നത്. അതാണ് പറയുന്നത് ഇറ്റ് റിട്ടേൺസ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. ഇനി നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ ഇങ്ങനെയാണ്, എക്സ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് n ഈക്വൽ ടു എക്സ് ഡോട്ട് ലെങ്ത്. എക്സ് ഡോട്ട് ലെങ്ത് എന്ന് പറയുന്നത് എക്സിൻ്റെ ലെങ്ത്തിന് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ എന്നിൽ എന്തുണ്ടായിരിക്കും, 10 എന്നുണ്ടായിരിക്കും. അലർട്ട് n എന്ന് പറയുമ്പോൾ 10നെ റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് വരുന്നത്. ഇനി ഈ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്. റൈറ്റ് എനി 3 built-in functions in JavaScript and explain its use. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ 6 നിന്നും ഏതെങ്കിലും 3 എഴുതിയാൽ മതി. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വിത്ത് ഒരു എക്സാമ്പിൾ നമ്മൾ എഴുതാം. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ അപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. കൺസിഡർ ദ സ്ട്രിങ് ഗാന്ധിജി. റൈറ്റ് ദ ജാവാസ്ക്രിപ്റ്റ് കോഡ് ടു ഡു ദ ഫോളോയിങ് ടാസ്ക്. ഫസ്റ്റത്തെ കൺവേർട്ട് ദ സ്ട്രിങ് ടു അപ്പർ കേസ്. രണ്ടാമത്തേത്
find the length of the string. മൂന്നാമത്തത് display the third letter in the string. അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിങ് ഗാന്ധിജി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് എന്താണ്? കൺവേർട്ട് ദ സ്ട്രിങ് ഇൻ ടു അപ്പർ കേസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ ജി മാത്രമാണ് ക്യാപിറ്റൽ ലെറ്റർ ഉള്ളത്, ബാക്കി എല്ലാതും സ്മോൾ ലെറ്റർ ആണ്. ഇതിനെ നമ്മൾ അപ്പർ കേസിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് വേർ എക്സ് കോമ വൈ, അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് ഈക്വൽ ടു ഗാന്ധിജി കൊടുത്തു. അതായത് എക്സ് എന്ന് പറയുന്ന സ്ട്രിങ്ങിലേക്ക്, എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഗാന്ധിജി എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ നമ്മൾ അസൈൻ ചെയ്തു. ഇനി അടുത്തത് എക്സ് ഡോട്ട് ടു അപ്പർ കേസ്. നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ടു അപ്പർ കേസ് എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ഡോട്ട് ടു അപ്പർ കേസ് അതിനെ നമ്മൾ അടുത്തൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. ദാറ്റ് മീൻസ് വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് ടു അപ്പർ കേസ്. ദെൻ അലർട്ട് വൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ ലെറ്ററിലുള്ള ഗാന്ധിജി എന്ന് എഴുതിയത് കിട്ടും. ഇനി അടുത്തത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, ഓൾറെഡി എഴുതിയിട്ടുണ്ട് വേർ എക്സ് കോമ വൈ എക്സ് ഈക്വൽ ടു ഗാന്ധിജി എന്ന് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത സെന്റൻസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി, വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് ലെങ്ത്. എക്സ് ഡോട്ട് ലെങ്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ മതി. അപ്പോൾ വൈയിലേക്ക് അതിൻ്റെ ലെങ്ത് കിട്ടും. അതായത് ഇപ്പോൾ നോക്കൂ, 1 2 3 4 5 6 7 8 ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. വൈയിൽ അപ്പോൾ 8 ആയിരിക്കും ഉണ്ടാവുക. അലർട്ട് വൈ, അതിനെ പ്രിന്റ് ചെയ്യിപ്പിക്കാനായിട്ട് അലർട്ട് വൈ യൂസ് ചെയ്യുന്നു. ഇനി അടുത്തത് ഡിസ്പ്ലേ ദ തേർഡ് ലെറ്റർ ഇൻ ദ സ്ട്രിങ്. തേർഡ് ലെറ്റർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, എൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ വേണം പ്രിന്റ് ചെയ്യാനായിട്ട്. എന്നിനെ പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് char at of 0 that is G, char at of 1 that is A, char at of 2. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് 4 എന്നാണ്, 4 അല്ല 2 ആണ് വേണ്ടത്. char at of 2 ആണ് വേണ്ടത്. 2 ആണ് എന്നിനെ പ്രിന്റ് ചെയ്യുന്നത്. ബിക്കോസ് തേർഡ് ലെറ്റർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ജി ആണ്, സെക്കൻഡ് ലെറ്റർ എ ആണ്, തേർഡ് ലെറ്റർ ആണ് എൻ. അപ്പൊ എന്നിനെ കിട്ടണമെങ്കിൽ ക്യാരറ്റ് ഓഫ് 0 എന്ന് പറയുന്നത് ജി ആണ്, ക്യാരറ്റ് ഓഫ് 1 എന്ന് പറയുന്നത് എ ആണ്, ക്യാരറ്റ് ഓഫ് 2 എന്ന് പറയുന്നത് എൻ ആണ്. അപ്പൊ നമ്മളിവിടെ 4 അല്ല വേണ്ടത്, 2 ആണ് വേണ്ടത്. ക്യാരറ്റ് ഓഫ് 2, then y equal to x dot caret of 2 alert y. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ബിൽറ്റ് ഇൻ ഫംഗ്ഷനിൽ നിന്ന് വരുന്നത്. ഒന്നുകിൽ നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇതിനെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എന്തൊക്കെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് വേണം യൂസ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി വേറെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്കൊരു പ്രോഗ്രാം കോഡ് തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു കോഡ് തരും, അലർട്ട് വഴി തരും, ഇതിൽ എന്താണ് പ്രിന്റ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ഔട്ട്പുട്ട്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അലർട്ട് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതിനെ പ്രിന്റ് ചെയ്യുന്നു, അതിൽ എന്താണോ റിസൾട്ട് കിട്ടുന്നത് അതിനെ പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ 3 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ഭാഗത്തു നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വേസ് ടു ആഡ് സ്ക്രിപ്റ്റ് ടു എ വെബ് പേജ്. അതായത് ഓൾറെഡി നമുക്കൊരു HTML ഡോക്യുമെന്റ് ഉണ്ട്. ഈ HTML ഡോക്യുമെന്റിൽ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡിനെ നമുക്ക് എങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും, അതാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇതിലൊരു പ്രോഗ്രാമിംഗ് ഒന്നുമില്ല.
ഇത്രയേ ഉള്ളൂ. റൈറ്റ് എനി ടു മെത്തേഡ്സ് ടു ഇൻക്ലൂഡ് സ്ക്രിപ്റ്റ് ഇൻ HTML ഡോക്യുമെന്റ്. അതായത് HTML ഡോക്യുമെന്റിൽ നമുക്ക് കുറച്ച് ജാവാസ്ക്രിപ്റ്റ് കോഡിനെ ഇൻക്ലൂഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഇപ്പം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും 3 മെത്തേഡാണുള്ളത്. ഒന്നാമത്തേത് ഇൻസൈഡ് ബോഡി, രണ്ടാമത്തേത് ഇൻസൈഡ് ഹെഡ്, മൂന്നാമത്തേത് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ. അപ്പോൾ ഒന്നാമത്തേത് ഇതാണ് ഇൻസൈഡ് ബോഡി ടാഗ്. അതായത് നമ്മളൊരു HTML കോഡ് എഴുതുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളാണ് ഞാൻ തരുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് വളരെ വലുതായിട്ടുള്ള എക്സാമ്പിളാണ്. അപ്പം നിങ്ങൾക്കത് വായിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് എഴുതിയാൽ മതി. ഇപ്പം നോക്കൂ, HTML നമ്മൾ HTML ഫയൽ സ്റ്റാർട്ട് ചെയ്യണത് എങ്ങനെയാണ്? HTML ഹെഡ് എഴുതും. അതിൻ്റെ ഹെഡിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ടൈറ്റിലൊക്കെ വേണമെങ്കിൽ എഴുതാം. ഹെഡ്, പിന്നെ അതുപോലെ തന്നെ സ്ലാഷ് ഹെഡ്. ഇനി നമ്മൾ ബോഡി ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ബോഡി സ്ലാഷ് ബോഡി. അപ്പം ഈ ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നോക്കൂ, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. അങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. അലർട്ട്, അതായത് ഇവിടെ എന്തെങ്കിലും ഒരു സെന്റൻസ് എഴുതുന്നു. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് അലേർട്ടാണ്. അലേർട്ട് ഹായ് വെൽക്കം. അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റിനെ ക്ലോസ് ചെയ്തു. അപ്പൊ ഈ ഒരു ഭാഗമാണ് ജാവാസ്ക്രിപ്റ്റ് ഭാഗം വരുന്നത്. ഇത് ബോഡി ടാഗിന്റെ ഉള്ളിലാണ് എഴുതുന്നത്. അപ്പൊ അതാണ് ഇൻസൈഡ് ബോഡി ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് ഇതാണ്. ബോഡി ടാഗിന്റെ ഉള്ളിൽ, അതായത് ബോഡി സ്ലാഷ് ബോഡിക്ക് ഉള്ളിൽ നമുക്ക് എവിടെ വേണമെങ്കിലും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് കോഡ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റത്തെ മെത്തേഡ് ഇതാണ്. ഇനി സെക്കൻഡ് മെത്തേഡ് ഇൻസൈഡ് ഹെഡ് ടാഗ്. അതായത് നമ്മൾ ബോഡി ടാഗിന്റെ ഉള്ളിലാണ് എഴുതിയത്. അതുപോലെ തന്നെ ഇവിടെ ഹെഡ് സ്ലാഷ് ഹെഡിന്റെ ഉള്ളിൽ നമ്മൾ സ്ക്രിപ്റ്റിംഗ് ടാഗ് നമ്മൾ എഴുതുന്നു. അതായത് FS നമ്മൾ HTML സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഹെഡ് സ്ലാഷ് ഹെഡിന്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്നു സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. അലേർട്ട് ഹായ് സ്ലാഷ് സ്ക്രിപ്റ്റ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഉള്ളിൽ നമ്മൾ ഈ സ്ക്രിപ്റ്റിനെ എഴുതുന്നു. ദെൻ ബോഡി സ്ലാഷ് ബോഡിക്കുള്ളിൽ നമുക്ക് ഇഷ്ടം പോലെ ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ എഴുതാം. അതുപോലെ തന്നെ HTML ക്ലോസ് ചെയ്തു. അതിനുശേഷം HTML ക്ലോസ് ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുന്നത് ഹെഡ് സെക്ഷനിലാണ് എഴുതുന്നത്. അതാണ് പറയുന്നത് ഇൻസൈഡ് ഹെഡ് ടാഗ് എന്ന് പറയുന്നത്. നേരത്തെ എഴുതിയത് നമ്മൾ ബോഡി ടാഗിലാണ് എഴുതിയത്. ഇപ്പൊ നമ്മൾ എഴുതുന്നത് ഹെഡ് ടാഗിലാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കേസിലും നമ്മൾ എഴുതുന്നത് HTML ഏത് ഫയലിലാണോ എഴുതുന്നത് ആ സെയിം ഫയലിൽ തന്നെയാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എഴുതുന്നത്. ആ HTML ഒരു ടാഗിന്റെ ഉള്ളിലാണല്ലോ എഴുതുന്നത്. അപ്പൊ ഈ രണ്ട് കേസിലും HTML ഏത് ഫയലിലാണുള്ളത് ആ സെയിം ഫയലിലാണ് തന്നെയാണ് ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ മെത്തേഡിൽ പക്ഷെ അതുപോലെയല്ല. അതായത് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയല്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെങ്കിലും വേറൊരു ഫയലില് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതി വെക്കും. ജാവാസ്ക്രിപ്റ്റ് കോഡ് മാത്രം വേറൊരു ഫയലില് എഴുതി വെക്കും. അപ്പോൾ അതിന് നമ്മൾ ഒരു പേര് കൊടുക്കും. ആ ഫയലിന് ഒരു നെയിം കൊടുക്കും. ഫോർ എക്സാമ്പിൾ ചെക്ക് ഡാറ്റ .js എന്ന് പറഞ്ഞ്. .js എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ. ഫയൽ നെയിം നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. .js എന്ന് പറഞ്ഞ ആ ഫയലിനെ നമ്മൾ സേവ് ചെയ്യും. അപ്പം അതിൽ ഓൺലി ജാവാസ്ക്രിപ്റ്റ് കോഡ് മാത്രമാണ് ഉള്ളത്. അതിൽ ശ്രദ്ധിക്കുക, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓൺലി അതിൽ ജാവാസ്ക്രിപ്റ്റിന്റെ ആ ബോഡി എന്താണോ ഉള്ളത് അത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ വരുന്നത് നമ്മുടെ HTML ഫയലാണ്. HTML ഹെഡ് സ്ലാഷ് ഹെഡിന്റെ ഉള്ളിൽ
സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ബാർ ജാവാസ്ക്രിപ്റ്റ്. അതാണ് ടൈപ്പ്. സ്ക്രിപ്റ്റിന്റെ ടൈപ്പ് ഇതാണ്, ടെക്സ്റ്റ് ബാർ ജാവാസ്ക്രിപ്റ്റ്. ഇനി SRC ഈക്വൽ ടു, SRC എന്ന് പറയുന്നത് സോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫയലിലാക്കി വെച്ചിരിക്കുകയാണ്, ചെക്ക് ഡാറ്റ ഡോട്ട് JS എന്ന് പറഞ്ഞൊരു ഫയലിലാക്കി വെച്ചിട്ടാണ്. ആ ഫയലിലാണ് ജാവാസ്ക്രിപ്റ്റ് കോഡ് ഉള്ളത്. അപ്പം ആ ഫയലിനെ നമ്മളിവിടെ കൊടുത്തു, അതാണ് സോഴ്സ് ആക്കി കൊടുക്കുന്നത്, ചെക്ക് ഡാറ്റ ഡോട്ട് JS. ഓക്കെ, അപ്പം ഇത്ര മാത്രം നമ്മളിവിടെ എഴുതിയാൽ മതി, /സ്ക്രിപ്റ്റ്. അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ ഒരിക്കലും സ്ക്രിപ്റ്റിന്റെ ബോഡി ഒന്നും ഒരിക്കലും എഴുതുന്നില്ല. എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ ആ ഫങ്ഷൻസ് ഒക്കെ എഴുതുന്നത് ഈ സെപ്പറേറ്റ് ഫയലിലാണ്, ചെക്ക് ഡാറ്റ ഡോട്ട് JS എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിലാണ് എഴുതുന്നത്. ഇനി ആ ഫയലിനെ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നു. നമ്മൾ C++ലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, #include IOStream എന്നൊക്കെ പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, വേറൊരു ഫയലിനെ നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതുപോലെ ഈ HTML ഫയലിൽ ഈ ജാവാസ്ക്രിപ്റ്റ് ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതാണ് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ജാവാസ്ക്രിപ്റ്റിനെ HTML ഇൻക്ലൂഡ് ചെയ്യുന്നത്.